ഒരു ദലം മാത്രം, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ, കൂടുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. വിടരും മാത്രകളോരോ വരയായി വർണ്ണമായി. ഒരു മൺചുമരിൻ്റെ നെറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. ഒരു മൺചുമരിൻ്റെ നെറുകയിൽ നിന്നെ ഞാൻ ഒരു പൊൻതിടമ്പായെടുത്തു വെച്ചു. ആ ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. സഞ്ജയ് നല്ലതായിരുന്നു കേട്ടാ. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സാർ. സഞ്ജയ് ലീല ബൻസാലി സാറേ, ഉഗ്രം പാട്ട്, ഉഗ്രം പാട്ട്. ഒന്നാമത് രാധാകൃഷ്ണൻ ചേട്ടനും ദാസേട്ടനൊക്കെ ഒരേ സമയത്ത് പഠിച്ച ആളുകളും ഒക്കെയാണ്. അപ്പോൾ അത് അവർ തമ്മിലുള്ള ഒരു വൈബേ വേറെയാണ്. അവരുടെ റെക്കോർഡിങ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറൊരു അവസ്ഥയാണ്. നമ്മുടെ അടുത്തൊക്കെ വരുമ്പോഴാണ് ദാസേട്ടൻ കുത്തിന് പിടിച്ച് നിന്ന് പാടുന്നത്. അത് മറ്റേത് നല്ല കൂടെ രവീന്ദ്രൻ മാഷ്, ഇതൊക്കെ ഒരു സന്തോഷമുള്ള, അത് പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ടെടുത്തുകൊണ്ട് വന്നതിൽ കുറേ സന്തോഷം. ഉഗ്രം പാട്ട്, ഉഗ്രം പാട്ട്. ഇതും ഞാൻ പറഞ്ഞ പോലെ നീ പാടുകയാണെങ്കിലും എനിക്ക് ആ ഗാനഗന്ധർവൻ്റെ ശബ്ദമാണ് ഇങ്ങനെ കാതുകളിൽ കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിൻ്റെ അടുത്ത് എനിക്കൊരു സംഗതി അറിയിക്കാനുണ്ട്. ഞാൻ മോൻ പാടിയ
ദാസേൻ്റെ പാട്ടില്ലേ, ഏതാണ് ഒരു പാട്ട് ഞങ്ങൾക്കൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയില്ലേ? ഗോപിക സർ. ആ, അപ്പം അത് ഞാൻ ദാസേട്ടന് അയച്ചു കൊടുത്തു. ഗോപികേ ഹൃദയമൊരു വെൺശംഖു പോലെ ധീരാ വ്യഥകളിൽ വിങ്ങുന്നു. അത് ഞാൻ ദാസേൻ്റെ അടുത്ത് ഒരു വോയിസ് വിളിച്ചിട്ട് കിട്ടാറുണ്ട്. ഞാനൊരു വോയിസ് ഇട്ട്, ദാസേട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നമ്മുടെ ഒരു ചെക്കനാണ്, ഒരു വോയിസ് എനിക്ക് അയച്ചാൽ സന്തോഷമായിരുന്നു ദാസേട്ട. അപ്പോൾ അത് സാധാരണ ദാസേട്ടൻ ചെയ്യുന്നതാണ്, ചെയ്തില്ല. അപ്പോൾ എന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ആ സമയത്ത് എടുക്കാനും പറ്റിയില്ല, എനിക്കന്ന് കച്ചേരിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ദാസേട്ടനെ വിളിച്ചു. അപ്പോൾ ദാസേട്ടനെ വിളിച്ചപ്പം ദാസേട്ടൻ കുറേ സന്തോഷത്തിലാണ് നിൻ്റെ പാട്ട് കേട്ടിട്ട്, ഉഗ്രമായിട്ട് പാടി മോനെ എന്ന് പറഞ്ഞു. നീ ഇപ്പം ഞാൻ അതുമല്ല പ്രഭചേച്ചിയും സംസാരിച്ചു കേട്ടോ, ഇതൊക്കെ സത്യമാണ്. ഇത് ഞാനും അറിഞ്ഞു. ഇത് വേറൊരു കാര്യം പറഞ്ഞത്, ഞാനിപ്പോൾ ഞാനൊരു വോയിസ് ഇടുകയാണെങ്കിൽ അത് നിങ്ങൾ അവിടെ പ്ലേ ചെയ്യും, അതോടെ അത് തീരും. അതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് അവനെ നേരിട്ട് കാണണം. വലിയ കാര്യമല്ലേ? അപ്പോൾ ദാസേട്ടൻ വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. ആ കാലിൽ തൊട്ട് തൊഴുക, അവിടെ ദാസേട്ടൻ്റെ മുമ്പിൽ പാടി കേൾപ്പിക്കുക കേട്ടോ. വലിയ കാര്യമല്ലേ? അദ്ദേഹം നിന്നെ കാണണമെന്ന് പറഞ്ഞേക്കാ ദാസേട്ടൻ. സംശയമുണ്ടോ? വലിയ എന്ത് വേണം? വേറെ എന്ത് വേണം? അതിനപ്പുറം ഒന്നുമില്ല മോനെ. കാര്യം എത്രത്തോളം അതിമനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ നമുക്ക് പാടിത്തന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ദാസേട്ടൻ. അപ്പം അദ്ദേഹം നിന്നെ കാണണമെന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാൻ തന്നെ നീ കരയുന്നു. അപ്പം ഞാനാ കരഞ്ഞു പോയത് അത് പറഞ്ഞപ്പോഴേ. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്യാവുന്ന ഒരാളാണ്. അപ്പം അത് നിന്നെ അറിയിച്ചാൽ എനിക്ക് കുറേ സന്തോഷം. അപ്പോൾ ദാസേട്ടൻ അടുത്ത് തന്നെ വരുന്നുണ്ട് ഇന്ത്യക്ക്. വരുമ്പം മോൻ വരിക, നമുക്ക് പോയി കാണാം. ദാസേട്ടൻ്റെ മുമ്പിൽ പാടുക കേട്ടോ, ആ അനുഗ്രഹം മേടിക്കുക. അത് മതിയടാ, അതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് കേട്ടോ. ഇതാണ് ഇന്നത്തെ മൊമെന്റ് ഓഫ് ദ ഡേ. ഇതാണ് ചക്കര. ഒരുപാട് സന്തോഷം എടാ, ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ് നിന്റെ ലൈഫിലെ. അപ്പൊ എന്തായാലും ആ ഒരു മൊമെന്റ് ഇനി നമുക്ക് കാണാൻ വെയിറ്റ് ചെയ്യാണ്. ഉറപ്പായിട്ടും. അപ്പൊ എന്തൊക്കെയാലും ഇത് എനിക്ക് പറഞ്ഞപ്പോ തന്നെ എനിക്ക് കുറെ സന്തോഷമായിടാ കേട്ടോ. അവനെ നന്നായിട്ട് പാടി. എനിക്ക് ആകെ തോന്നിയത് ഈ പറയാതെ കൊക്കിൽ ഈ ലോ പോർഷൻ ഉണ്ടല്ലോ, അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതിന് മോൻ ചെറുതല്ലേ, നിനക്ക് അത് വന്നോളും. എന്നാലും അത് ഇച്ചിരി കൂടെ കേൾക്കുന്ന ഒരു ശ്രുതി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുക കേട്ടോ ഇൻ ഫ്യൂച്ചറിൽ. ബാക്കിയൊന്നുമില്ലടാ, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ആ സ്വരം അപ്പനീസ ഒരു ആകാരം വരുന്നില്ലേ, അതിന് ഒരു ഇച്ചിരി കൂടെ ക്ലാരിറ്റി ആവാമായിരുന്നു. അപ്പോൾ ചക്കര അതേ ഉള്ളൂ. എന്തൊക്കെയാലും നീ ഒരു ഉഗ്രം പാട്ട് എടുത്തുകൊണ്ട് അതും ദാസാറ് പാടി തന്നെ എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ ദാസേട്ടൻ്റെ ആ എന്താ പറയേണ്ടത് ദൈവവചനം പോലുള്ള ആ വാക്കുകൾ ഞാൻ നിന്നെ അറിയിക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാലും ദാസേട്ടനെ നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. താങ്ക് യു. ഷാനിക്ക. സഞ്ജയ് സാറേ, വേറെ എന്ത് വേണടാ? അതെ, നീ എന്താ പാടിയെന്നൊക്കെ ഞാൻ അങ്ങ് വിട്ടുപോയി. ഓ, ഞാൻ ഇവൻ അവിടെ ചെന്ന് ദാസാറിനെ കാണുന്നത് അവിടെ മുമ്പിൽ നിന്ന് പാടുന്നൊക്കെ ഞാൻ പിക്ചറൈസ് ചെയ്ത്. ബ്ലെസ്ഡ് മൊമെന്റ്. പാറു പറഞ്ഞ പോലെ മൊമെന്റ് ഓഫ് ദ ഡേ. അതിൽ കുറച്ചൊന്നുമില്ല. പാട്ട് നീ ഉഗ്രനായിട്ട് പാടി, ഒരു രക്ഷയില്ല. നല്ല ഫീൽ ഉണ്ടായിരുന്നു. എല്ലാ ഭാഗം ഉഗ്രനായിട്ട് പാടി. എനിക്ക് ജസ്റ്റ് ആ പിന്നെ ഹമ്മിങ് മാത്രം, എൻ്റെ വന്നൊരു ഹമ്മിങ് മാത്രം എന്തോ ഒരു മിസ്പ്ലേസ്ഡ് ആയ പോലെ എനിക്ക് തോന്നി ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ. നന്നായിട്ട് തന്നെ പാടി സഞ്ജയ്. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഞാൻ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കാം. ഓൾ ദി ബെസ്റ്റ്. സഞ്ജയ് ഒരു മഹാഭാഗ്യമാണ് കേട്ടോ. കാരണം വേറൊന്നുമില്ല, ദാസേട്ടൻ അങ്ങനെ ആരെയും കാണണമെന്നൊന്നും പറയാറില്ല. അപ്പൊ അതങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം വേറൊന്നുമില്ല, നമ്മളൊക്കെ ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു ശബ്ദമാണ്. ആ ശബ്ദം കേട്ടാണ് നമ്മളൊക്കെ ഈ സിനിമാ ഗാനങ്ങളിലോട്ട് ആകൃഷ്ടരായത്. എല്ലാവരും, ഇവൻ കച്ചേരിക്ക് പോലും നമ്മുടെ ഒരു യൂത്ത് ആൾക്കാരെ കൊണ്ടുവന്നത് ദാസേട്ടനാണ്. ദാസേട്ടൻ സിനിമയെ പാടിയതിന് ശേഷം കച്ചേരിക്ക് പാടിയപ്പോഴാണ് കച്ചേരിക്കും കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങിയത്. ഒന്നും പറയാം, ഒരു ദൈവ തുല്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം എന്ന് പറയുന്നത്. ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്ത ഒരു ശബ്ദമാണ്. പിന്നെ ഈ പാട്ട് എൻ്റെ സ്വന്തം ചേട്ടൻ്റെ പാട്ട്, ഇത് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ തമ്മിൽ
വഴക്കും പിണക്കവും ഇണക്കവും ഒക്കെയാണ്. കാരണം ചേട്ടനും ദാസേട്ടനും, കാരണം അവർ ഒരുമിച്ച് പഠിച്ചതായതുകൊണ്ട് അങ്ങനെയാണ്. എന്തായാലും എത്രയോ വർഷമായിട്ട് നമ്മളെല്ലാവരും, കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദാസേട്ടൻ കേരളത്തിൽ വരണം, ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണമെന്ന്. ഈ കാര്യം ഞാൻ ഒർലാൻഡോയിൽ വെച്ചിട്ട് ദാസേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. പ്രഭ ചേച്ചിയോടും പറഞ്ഞു. പക്ഷേ അദ്ദേഹം വരാമെന്ന് പറയുന്നില്ല, വരുന്നില്ല. പക്ഷേ ഇത് വരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് 1 കോടി ആഹ്ലാദമാണ് എൻ്റെ മനസ്സിലോടിയിരുന്നത്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിനെ കണ്ടൊരു പാദ നമസ്കാരം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊരു നമുക്കൊരു പവർ കിട്ടിയ ഒരു ഫീലാണ്. എനിക്ക് അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മോൻ നന്നായിട്ട് പാടി. ഈ ലാസ്റ്റ് പോർഷന് പിന്നെ പറയാതെ കൊക്കിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ സജഷൻ. മോൻ്റെ വോയിസ് ടെക്സ്ചർ വെച്ചിട്ട് ഒരു ശ്രുതി, ഒരു നോട്ട് കൂട്ടി പാടാമായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രസൻസ് കിട്ടിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം താഴെയാണ്, ഒരു ദലം മാത്രം പറയാതെ എല്ലാം താഴെയാണ്. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം. ജസ്റ്റ് യു ക്യാൻ ട്രൈ. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഇത് ഒരു നോട്ട് കൂട്ടിയോ? ഒരു ഹാഫ് നോട്ട്. ആ, ഇത് വലിയ കുഴപ്പമില്ല. പക്ഷെ അതും ഇതും നോക്കുമ്പോഴത്തേക്ക് അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു, നേരത്തെ ആദ്യം പാടിയത്. പക്ഷെ ഇത് പാടുമ്പോഴത്തേക്ക് മോൻ്റെ ടോൺ കുറച്ച് വ്യത്യസ്തമായിട്ട് വരുന്നു. എന്തായാലും പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ ലോവർ പോർഷൻസ് ഒന്ന് ബലപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഒരുപക്ഷെ ദാസേട്ടൻ്റെ ഇത് കേട്ട് ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. എനിഹോ, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ചേച്ചി സഞ്ജയ്, ഒരുപാട് സന്തോഷം. ഇത്ര ഭംഗിയായിട്ട് സഞ്ജയ് ഓരോ പെർഫോമൻസിലും പാടുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വി ഫീൽ വെരി പ്രൗഡ്. മനോഹരമായിരുന്നു. ഒന്നാമത് പാട്ടിന്റെ സെലക്ഷൻ, പിന്നെ സഞ്ജയ് പാടുന്ന രീതി, അതെല്ലാം അതിമനോഹരം. ഒന്നും പറയാനില്ല. ഇതിലുള്ള എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പോലും സാർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ എനിക്ക് മൊത്തത്തിൽ സഞ്ജയുടെ ആ ഒരു പാട്ടിലുള്ള ഇൻവോൾവ്മെന്റും ആ ശബ്ദം എന്ത് അനായാസമായിട്ടാണ് പാട്ടിനെ സപ്പോർട്ട് ചെയ്തത്, അതാണ് എനിക്ക് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. മനോഹരമായിരുന്നു. പിന്നെ മോനെ, ഇത് ശരത് സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ പ്രഭാണ്ടീനെ ഈ അടുത്ത് വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ മോളെ ശരത് സാർ ഇങ്ങനെ ഒരു പാട്ട് അയച്ചു തന്നിരുന്നു, ഇങ്ങനെ സഞ്ജയുടെ കാര്യം പറഞ്ഞു, നന്നായി പാടുന്നുണ്ട് കുട്ടി. സത്യമാണ്, അദ്ദേഹം പ്രഭാണ്ടിയും രണ്ടുപേരും ഈ കാര്യം പറഞ്ഞു. അപ്പം എനിക്കും വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാറിലുള്ള ഒരു കുട്ടിയല്ലേ, അപ്പോൾ ഇത്ര മനോഹരമായിട്ട് പാടുന്നു. അത് നമ്മളെല്ലാവരും ആരാധിക്കുന്ന സംഗീതത്തിന്റെ എല്ലാമായ ദാസേട്ടൻ്റെ അടുത്താണ് എത്തിയത് ശബ്ദം, അല്ലേ? എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യ ആവാൻ സാധിച്ചത്. പക്ഷെ എന്നാലും മോനെ, ഇത്തരത്തിൽ പാട്ടുകൾ നിങ്ങൾ പാടുന്നത് കൊണ്ടാണ് നമ്മൾ ആ ലെജൻസിനെ ഓർക്കുന്നത്, സന്തോഷത്തോടെ ഓർക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ഫാന്റാസ്റ്റിക്. ഈ ഒരു സെലക്ഷനും ഇത്ര മനോഹരമായിട്ട് ആ പാട്ട് കൊണ്ടുവന്ന് പാടിയല്ലോ മോനെ. ഗുഡ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വയ്ക്കാം. ഓ, ഒരു മ്യൂസിഷ്യൻ, ഒരു സിംഗർ എന്ന രീതിയിൽ ആരായാലും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ദൈവതുല്യമായിട്ട് കാരണം സാറാണ് യുദ്ധ സാറ്. അപ്പോൾ എൻ്റെ ഒരു പാട്ട് സാറ് കേൾക്കുക, സാർ അതിന് അഭിപ്രായം പറഞ്ഞാൽ ഇതിലിപ്പോൾ ഭാഗ്യം എനിക്ക് അങ്ങോട്ട് ഇനി കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമാണിത്. ഒരുപാട് സന്തോഷം ശരത് സാറിനും അമൃത ടി വിക്കും എല്ലാ ബാക്കിയെല്ലാ ജഡ്ജസിനും ഏറ്റവും വലിയ നന്ദി ആക്ച്വലി പറയേണ്ടത് ഈ മനുഷ്യനോട്. ഒരു കാര്യമില്ല അങ്ങനെ ചെയ്യേണ്ടത്, പക്ഷെ അത് ചെയ്യാനുള്ള മനസ്സെന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ വലിയ കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മാർക്സ് ചോദിക്കാം. എം ജി സാർ. 9.2. ചേച്ചി. സഞ്ജയ് 9.3. ശരത് സാർ 8.1. ഓക്കെ, സോ ടോട്ടൽ 27.7. Thank you. Super. Thank you. Proud of you. Thank you. Superstar.